ഇന്ന് വളരെ പ്രശാന്തമായ ഒരു ദിവസമാണ്. നല്ല സൂര്യപ്രകാശം, ഇളം കാറ്റ്, കാറ്റിൽ ഇലകളുടെ അല്ലെങ്കിൽ വൃക്ഷത്തലപ്പുകളുടെ മർമര ശബ്ദം, പക്ഷികളുടെ കലപില ശബ്ദം. എത്ര സുന്ദരമാണ് ഈ പ്രകൃതി! ഈ പ്രപഞ്ചത്തെ എത്ര മനോഹരമായിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം ആസ്വദിച്ചിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളേറിയതോടുകൂടി ഈ പ്രകൃതിയെ കാണാനോ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് അല്പസമയം സംവദിക്കാനോ പോലും കഴിയാതെ നമ്മൾ തിരക്ക് പിടിച്ചവരായി മാറും. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരല്പസമയം, ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാനും നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ നടത്താനും സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പലർക്കും പലതരത്തിലുള്ളതാവാം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു സെൽഫ് ലവ് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു ഫ്രസ്ട്രേഷനും നിരാശയും ഒക്കെ തോന്നും. സെൽഫ് ലവ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യും, അവനവനെ തന്നെ ബഹുമാനിക്കും. ചെറിയ നേട്ടങ്ങൾക്ക് പോലും നമ്മളെ അഭിനന്ദിക്കുക. നമ്മൾ മറ്റാരുടെയും അഭിനന്ദനത്തിന് കാത്തു നിൽക്കാതെ ആദ്യം നമ്മളെ അഭിനന്ദിക്കാൻ ശ്രമിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഏറ്റവും നല്ലതാണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. കാക്കയ്ക്ക് നെൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓരോ പ്രവൃത്തിയും നമുക്ക് മികച്ചതായിരിക്കും. ഇങ്ങനെയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടാവണം, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം. അതേപോലെ തന്നെ പലരും ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും ഒക്കെ ഇങ്ങനെ പഴിച്ച് സ്വയം പരിതപിക്കാറുണ്ട്. എനിക്ക് ഭാഗ്യമില്ല, ഞാനൊരു നിർഭാഗ്യവാനാണ്. അങ്ങനൊരു സംഗതി ഉണ്ടോ? ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ അത് ജീവിതത്തിൽ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് വന്ന് ഭവിക്കാം. എന്നാൽ 100% ഭാഗ്യത്തിൻ്റെ കളികളാണ്. നമ്മളെങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രശ്നം നമ്മളെ തന്നെ സെൽഫ് ഹാം ചെയ്യുക. ഞാൻ നിർഭാഗ്യവാനാണ് എന്ന് ഒരു ലേബലിട്ട് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ഈ ചിന്ത നമ്മളെ വധിച്ചുകൊണ്ടേയിരിക്കും. ഏതൊരു കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പറയുന്നതോടുകൂടി നമ്മൾ അധ്വാനിക്കാനുള്ള നമ്മുടെ ത്രാണി പോലും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മുൻപതികളില്ലാതെ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിതത്തെ നേരിടേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്ന നന്മകളും വിജയങ്ങളും ഒരു വെളിപ്പാടകലെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്കിനിയും ഒരു കാലം ദൂരം ഓടിയാൽ മതിയാവും. പക്ഷേ അതിനു മുമ്പേ നമ്മൾ നിരാശരായിട്ട് നമ്മൾ യാത്ര അവസാനിപ്പിക്കുക. അതുണ്ടാവാൻ പാടില്ല. ധൈര്യമായിട്ട് മുന്നേറൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ പ്രയത്നങ്ങളും നിങ്ങളുടെ വിജയത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കൂ. നിങ്ങൾക്കായി നിങ്ങൾ സമയം ചെലവഴിക്കൂ. ആഴ്ചയിൽ ഒരു ദിവസം